ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. 40 വർഷം രാവും പകലും ദൈവം തൻ്റെ ജനത്തെ വരണ്ട ഭൂമിയിൽ കൂടി സുഭിക്ഷമായി പരിപാലിച്ചു നടത്തി. പക്ഷേ വന്യമായ വിജനപ്രദേശത്തുകൂടി നടന്നപ്പോൾ അവർ ദൈവത്തിനെതിരായി പിറുപിറുക്കുകയാണുണ്ടായത്. അവരെ നടത്തിയ ദൈവീക സാന്നിധ്യത്തെ മേഘത്തൂണിലും അഗ്നിസ്തംഭത്തിലും അവർ കണ്ടെങ്കിലും പിറുപിറുത്തു. ദൈവം നൽകിയ മന്നയും കാടപ്പക്ഷിയും മതിയാവോളം ഭക്ഷിച്ചിട്ടും അവർ തൃപ്തരായില്ല. വെള്ളമില്ലാത്ത വരണ്ട ഇടങ്ങളിൽ പാറപ്പിളർപ്പിൽ നിന്നും ദൈവമൊഴുക്കിയ വെള്ളത്തിൻ്റെ മാധുര്യം അവരുടെ നാവിൽ നിന്നും അതിവേഗം മാറിപ്പോയി. ദിവസം മുഴുവനും പിറുപിറുക്കുന്ന അവർ ദൈവത്തോട് മറുതലിച്ചും മത്സരിച്ചും നടന്നു നീങ്ങി. എന്നിട്ടും ദൈവം അവർക്ക് ഭക്ഷണം നൽകുന്നത് നിർത്തിയില്ല. വാക്കുമാറാത്ത ദൈവം അവരെ കരുതലോടെ പരിപാലിച്ചു നടത്തി. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുദിനം നടത്തുന്ന ആ ദൈവത്തെ നാം മറക്കുന്നവരാണോ? എന്തുകൊണ്ട് ചില ദൈവസ്നേഹം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല? വളരെ രുചിയുള്ള പാനീയം ടാപ്പുള്ള ജാറിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് എടുത്തു കുടിക്കാം എന്നൊരു അറിയിപ്പും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഗ്ലാസുമായി പലരും ചെന്നു. പാനീയം വീഴുന്നില്ല. പിന്നീടാണ് കാര്യം മനസ്സിലായത്. ജാറ് ശരിയായി കഴുകാതിരുന്നതിനാൽ ടാപ്പിനകത്ത് ഒരു ചെറിയ തവള കയറിയിരുന്നത് ആരും അറിഞ്ഞില്ല. ചൂടുള്ള പാനീയം ഒഴിച്ചപ്പോൾ തവള ചത്തു. അങ്ങനെയാണ് ടാപ്പിലൂടെ പാനീയം വരാതായത്. ജാറിൽ നിറയെ പാനീയമുണ്ടായിട്ടും കുടിക്കാൻ ചെന്നവർക്ക് അത് കിട്ടിയില്ല. ദൈവസ്നേഹത്തിൻ്റെ കാര്യവും ഇതുപോലെയാണ്. സ്നേഹം നമ്മിലേക്ക് ഒഴുകാനാകാത്ത രീതിയിൽ തടസ്സങ്ങളുണ്ടായാൽ ദൈവസ്നേഹം പ്രവഹിക്കുകയില്ല. അതിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ കഴിയില്ല. സഹനത്തെ വിശ്വാസത്തിലൂടെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്ക് നമുക്ക് അനുഭവിക്കാനാവില്ല. 1 പത്രോസ് 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.